വെൽത്ത് ആൻഡ് ദ വേൾഡ് എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? എങ്ങനെയാണ് യൂറോപ്യന്മാർ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത്, അല്ലേ? ആ സീ റൂട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. എന്തിനാണ് ഈ പറയുന്ന യൂറോപ്യന്മാർ കടൽ മാർഗം നമ്മുടെ ഇന്ത്യയിലേക്ക് വരാനുണ്ടായ സാഹചര്യം, അങ്ങനെ അത് വരാനായിട്ട് അവർ ശ്രമിച്ചപ്പോൾ അവർ മറ്റേതൊക്കെ സ്ഥലങ്ങൾ കണ്ടെത്തി, അല്ലേ? ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പഠിച്ചത്, അല്ലേ? അത്യാവശ്യം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു എസ്സേ ചോദ്യമാണ്. അപ്പോൾ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജോഗ്രഫിക്കലി നമ്മൾ ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ ഈ ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻസിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയായിരുന്നു എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരവാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിൽ നിന്നാണ് നമ്മൾ പുതിയൊരു ടോപ്പിക്കിലോട്ട്, അതായത് ഈ പറയുന്ന മെർക്കൻറ്റിലിസം എന്നൊക്കെ പറയുന്നതിലോട്ട് പോകുന്നത്. അത് നമ്മൾ ഇന്ന് പഠിക്കത്തില്ല. നമ്മൾ ഇന്ന് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കോൺസിക്വൻസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ എന്തൊക്കെ അറിയാം? യൂറോപ്യന്മാർ, അത് ആദ്യം തുടങ്ങുന്നത് പോർച്ചുഗീസുകാരാണ്. പിന്നെ അങ്ങോട്ട് ബ്രിട്ടീഷും ഡച്ചും ഫ്രഞ്ചും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്പെയിനും ഒക്കെ വരുന്നുണ്ട്. ഇവർ കടൽ മാർഗം ഇന്ത്യയിലേക്ക് വരാനായിട്ട് ശ്രമിച്ചു. ആദ്യം ഇവർ എങ്ങോട്ട് പോയി? ആഫ്രിക്കയിലോട്ടാണ് പോയത്. പിന്നെ തൊട്ടടുത്ത സ്ഥലം വരെ പോയി, അല്ലേ? എന്നിട്ട് കറങ്ങി നമ്മുടെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ഒക്കെ കടന്നവരെങ്ങോട്ടെത്തി? ഇന്ത്യൻ തീരത്തെത്തി 1497 വാസ്കോ ഡ ഗാമ. തുടർന്ന് മറ്റ് രാജ്യങ്ങളും ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പോയവരും അവരുടെ ആൾക്കാരും, അല്ലേ, നമ്മുടെ കൊളംബസ് അമേരിക്ക കണ്ടെത്തിയ കാര്യമൊക്കെ നമ്മൾ പഠിച്ചു. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളങ്ങ് കടന്നുപോയി. എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് മെഡിറ്ററേനിയൻ കടലിൻ്റെ ഇമ്പോർട്ടൻസ്, അല്ലേ? എവിടെ ആയിരുന്നു മെഡിറ്ററേനിയൻ കടൽ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, അല്ലേ? ഈ ഒരു ഭാഗമാണ് മെഡിറ്ററേനിയൻ കടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു മുന്നേ വരെ ഈ മെഡിറ്ററേനിയൻ കടലുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ട്രേഡ് നടന്നുകൊണ്ടിരുന്നത്. ഈ ഇന്ത്യയിൽ നിന്നുള്ള ഗുഡ്സൊക്കെ ഈ മെഡിറ്ററേനിയൻ കടൽ വഴി ഇറ്റലിയിലേക്ക് എത്തി, അല്ലേ? നമ്മൾ ആ കാര്യങ്ങളൊക്കെ മുന്നേ പഠിച്ചതാണ്. എന്നാൽ ഈ കാണുന്നതാണ് അറ്റ്ലാന്റിക് സമുദ്രം എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രേഡ് നടക്കുന്ന മൊത്തം ഇതുവഴിയാണ്, അറ്റ്ലാന്റിക് സമുദ്രം വഴിയാണ്. രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളായിട്ടുള്ള ഇന്ത്യയിലേക്ക് ഇവർ പോകുന്നതും അതുപോലെ അമേരിക്കയിലോട്ട് പോകുന്നതും സൗത്ത് അമേരിക്കയിലേക്ക് പോകുന്നതും ഒക്കെ ഈ അറ്റ്ലാന്റിക് കടൽ വഴിയാണ്. അപ്പോൾ ജോഗ്രഫിക്കൽ ഈ പറയുന്ന എക്സ്പ്ലോറേഷൻ കാരണം ഉണ്ടായ കോൺസിക്വൻസുകളിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, അറ്റ്ലാന്റിക് കോസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ട്രേഡ് റൂട്ടായിട്ട് മാറി. അറ്റ്ലാന്റിക് കോസ്റ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ട്രേഡ് റൂട്ടായിട്ട് മാറി, കണക്റ്റിംഗ് അമേരിക്ക, ഏഷ്യ ആൻഡ് ആഫ്രിക്ക, യൂറോപ്പ്, അല്ലേ? അപ്പോൾ ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നീ സ്ഥലങ്ങളൊക്കെ കണക്ട് ചെയ്യുന്ന കോമൺ സീ റൂട്ടായിട്ട് ആര് മാറി? അറ്റ്ലാന്റിക് കടൽ മാറി. അപ്പോൾ ഉള്ള പ്രശ്നം എന്തായിരിക്കും? മെഡിറ്ററേനിയൻ കടലിൻ്റെ ഈ പറയുന്ന ഡിക്ലൈൻ സംഭവിച്ചു. മെഡിറ്ററേനിയൻ കടലിൻ്റെ ഇമ്പോർട്ടൻസ് നഷ്ടപ്പെട്ടു. അറ്റ്ലാന്റിക് ട്രേഡ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറി. അപ്പോൾ അതിനു മുമ്പ് സിൽക്ക് റൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ലാൻഡ് റൂട്ടിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് മാറിയിട്ട് ഇപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രം വഴിയുള്ള ഈ കടൽ മാർഗത്തിന് ഇമ്പോർട്ടൻസ് കിട്ടി. അങ്ങനെ യൂറോപ്യന്മാർ എവിടെയൊക്കെ എത്തി? അമേരിക്കയിലെത്തി, അവർ ആഫ്രിക്കയിലെത്തി, അവർ ഏഷ്യയിലും എത്തി. അങ്ങനെ ഈ സ്ഥലങ്ങളൊക്കെ അവരാദ്യം ട്രേഡ് നടത്താൻ വേണ്ടി പോകുന്നു. ഞങ്ങൾ കച്ചവടം ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നു, കച്ചവടം ചെയ്യാൻ സമ്മതിക്കുന്നു. ഞങ്ങളൊരു കോട്ട കെട്ടട്ടെ എന്ന് ചോദിക്കുന്നു, കോട്ട കെട്ടുന്നു. കോട്ട കെട്ടി കഴിയുമ്പോൾ ഞങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ ട്രേഡ് നടത്താവൂ എന്ന് പറയുന്നു. അവരെതിർക്കുന്നു, അവർ പട്ടാളത്തിനെ കൊണ്ടുവരുന്നു, അവിടെ പിടിച്ചെടുക്കുന്നു. അങ്ങനെ ലാർജ് പാർട്ട് ഓഫ് അമേരിക്ക, ആഫ്രിക്ക ആൻഡ് ഏഷ്യ കെയിം അണ്ടർ യൂറോപ്യൻ ഇൻവേഷൻ ആൻഡ് കോളനൈസേഷൻ. അങ്ങനെ ഈ പറയുന്ന 3 പ്രധാനപ്പെട്ട കോണ്ടിനെൻറ്റുകളുടെയും രാജ്യങ്ങൾ യൂറോപ്യന്മാരുടെ കോളനികളായിട്ട് മാറുന്നു. ഇതായിട്ട് മാറുന്നു, യൂറോപ്യന്മാരുടെ കോളനികളായിട്ട് മാറുന്നു. കോളനിയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്നതാണ് നിയമം. അങ്ങനെ അവർ പെപ്പറും അതുപോലെ തന്നെ സ്പൈസസിൻ്റെയൊക്കെ ട്രേഡിൽ മോണോപ്പൊളി നേടിയെടുത്തു. മോണോപ്പൊളൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുത്തകയായിട്ട് മാറി. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ പോർച്ചുഗീസുകാർ ആദ്യം ഇവിടെ വന്നു, ഇന്ത്യയിലേക്ക് വന്നു. അവർ സാമൂതിരിയെ കണ്ടു. സാമൂതിരിയെ കണ്ടിട്ട് സാമൂതിരിയായിട്ട് അത്ര നല്ല രീതിയിലല്ല അവർ പോയത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അന്നവിടെ ഈ അറബ് ആൾക്കാർ ഇവിടുന്ന് ട്രേഡ് നടത്തുമായിരുന്നു. അപ്പോൾ അറിയാലോ, മുമ്പ് ഈ പറയുന്ന യൂറോപ്യന്മാർക്ക് പെപ്പറും സ്പൈസും കൊണ്ടുവന്ന് കൊടുത്തത് അറേബ്യക്കാരാണ്. ഈ പറയുന്ന നമ്മുടെ ഈ ഭാഗത്തുള്ള അറേബ്യക്കാരാണ് കപ്പൽ മാർഗ്ഗം കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നത്. പോർച്ചുഗീസ് വന്നപാടെ പറഞ്ഞു, എന്ത് ചെയ്യണം, നിങ്ങൾ ഈ പറയുന്ന പോർച്ചുഗീസ് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇനി ട്രേഡ് നടത്താൻ പാടുള്ളൂ, എന്ത് ചെയ്യണം, നിങ്ങൾ അറബികളെ പുറത്താക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്താണ് നമ്മുടെ സാമൂതിരി പറ്റൂല എന്ന് പറയുന്നു. അങ്ങനെയാണ് പിണങ്ങിയവർ എന്ത് ചെയ്യുന്നത്, മറ്റ് സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുന്നത്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് എല്ലായിടത്തും അവർ എന്താണ്, ഈ പോളിസിയാണ് സ്വീകരിച്ച്. ഒരു സ്ഥലത്തെത്തും, രാജാവിനെ സൂചിപ്പിക്കാനായിട്ട് ഗിഫ്റ്റും സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കും. രാജാവിനെയൊക്കെ അങ്ങ് ഇഷ്ടപ്പെടുത്തിയിട്ട് ട്രെയിനിൻ്റെ മൊണോപ്പൊളി അവർ പിടിച്ചെടുക്കും. എന്ന് വെച്ചാൽ അവിടെ ഉള്ള ട്രേഡേഴ്സ് ഇവർ പറയുന്ന വിലയ്ക്ക് അവർക്ക് സാധനം കൊടുക്കണം.
അതായത് വിദേശത്ത് നിന്ന് വന്ന ഇവന്മാർ പറയുന്ന വിലയ്ക്ക് നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന സാധനം നമ്മൾ അവർക്ക് വിൽക്കണം എന്ന നിലയിലോട്ട് എത്തി. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മോണോപ്പൊളി എന്ത് ചെയ്തു, അവരെ പിടിച്ചെടുത്തു. ദ എഫേർട്ട് വെയർ മെയ്ഡ് ബൈ ദ യൂറോപ്യൻസ് ടു മൊണോപ്പൊളൈസ് ദ ട്രേഡ് ഓഫ് പെപ്പർ ആൻഡ് അതർ സ്പൈസസ്. ഇനി അമേരിക്കയിൽ നിന്ന്, ഇത് പെപ്പർ ഇന്ത്യയിൽ നിന്നുള്ള, ഏഷ്യ എന്നുള്ള കാര്യം. ഇനി ഗോൾഡ് ആൻഡ് സിൽവർ വെയർ ട്രാൻസ്പോർട്ടഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി ഫ്രം സൗത്ത് അമേരിക്ക ടു യൂറോപ്പ്. കണ്ടോ, ഇതാണ് സൗത്ത് അമേരിക്ക. ഇവിടുന്ന് യൂറോപ്പിലേക്ക് സ്വർണ്ണവും വെള്ളിയും, ഇവിടെ നല്ല രീതിയിൽ സ്വർണ്ണവും വെള്ളിയൊക്കെ കിട്ടും. നമ്മുടെ ഇന്നത്തെ ബ്രസീൽ, മെക്സിക്കോ, ആ ഭാഗങ്ങൾ, മെക്സിക്കോ അല്ല ബ്രസീലിൻ്റെ ഒക്കെ വരുന്ന ഭാഗങ്ങൾ, സൗത്ത് അമേരിക്കയുടെ ഭാഗങ്ങളിൽ നിന്ന് എന്ത് ചെയ്തു, ലാർജ് അളവിൽ സ്വർണ്ണവും കാര്യങ്ങളും കൊണ്ടുവന്നു. അത് യൂറോപ്പിലെത്തി. യൂറോപ്പിൽ നിന്ന് അതിൻ്റെ ഒരു ചെറിയ ഭാഗം എങ്ങോട്ടും എത്തിയിട്ടുണ്ട്, ഇന്ത്യയിലേക്കും വന്നിട്ടുണ്ട്. അടുത്ത, ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ട്രയാങ്കുലർ ട്രേഡ് സിസ്റ്റം കണക്റ്റിംഗ് യൂറോപ്പ്, ഏഷ്യ ആൻഡ് ആഫ്രിക്ക. ഇവിടെ കാണുന്നതാണ് ട്രയാങ്കുലർ ട്രേഡ് സിസ്റ്റം എന്ന് വെച്ചാൽ സൗത്ത് അമേരിക്കയിൽ, ഇതിൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. സൗത്ത് അമേരിക്കയിൽ നിന്ന് സ്വർണവും കാര്യങ്ങളും യൂറോപ്പിലേക്ക് കൊണ്ടുവരും. ഈ സ്വർണവും കാര്യങ്ങളും വെച്ചിട്ട് ആഫ്രിക്കയിൽ നിന്ന് ഇവർ അടിമകളെ വാങ്ങും. ഈ അടിമകൾ എന്ത് ചെയ്യും, തിരിച്ച് ഈ പറയുന്ന നോർത്ത് അമേരിക്കയിലോട്ടും സൗത്ത് അമേരിക്കയിലൊക്കെ കൊണ്ട് അടിമകളെ കച്ചവടം ചെയ്യും. ഇതാണ് ട്രയാങ്കുലർ ട്രേഡ് എന്ന് ഇവിടെ പറയുന്നത്. ഓക്കെ, അത് ഇവിടെ പറയുന്നുണ്ട്. ഇതിൻ്റെ സംഭവം നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയണ്ട, എന്തറിഞ്ഞാൽ മതി. ഡെവലപ്മെൻറ്റ് ഓഫ് ട്രയാങ്കുലർ ട്രേഡ് സിസ്റ്റം കണക്റ്റിംഗ് യൂറോപ്പ്, ആഫ്രിക്ക ആൻഡ് അമേരിക്ക. കണ്ടോ, യൂറോപ്പ് താഴെ കിടക്കുന്നു, ആഫ്രിക്ക താഴെ കിടക്കുന്നു, അമേരിക്ക. കണ്ടോ, ഇങ്ങനെ ഒരു നെറ്റ്വർക്ക്. എന്താ സംഭവം, സ്വർണ്ണം അങ്ങോട്ട് കൊടുക്കുന്നു, അടിമകൾ ഇങ്ങോട്ട് കൊടുക്കുന്നു, അങ്ങനെ ഒരു ട്രയാങ്കുലർ ട്രേഡ് നെറ്റ്വർക്ക് തുടങ്ങുന്നു. ഇനി ദ ഇൻഫ്ലക്സ് ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ ഇൻ ടു ദ യൂറോപ്യൻ ഇൻക്രീസ്ഡ് ദ യൂസ് ഓഫ് കറൻസി ആക്സിലറേറ്റിംഗ് മോണിറ്റൈസേഷൻ. രൂപ അധിഷ്ഠിതമായിട്ടുള്ളൊരു വിപണി വരുന്നു. നമ്മൾ ജോഗ്രഫിയിൽ ഞാനിപ്പോൾ ഒരു ചാപ്റ്റർ ഇട്ടായിരുന്നു, അതിനകത്ത് ഞാൻ പറയുന്നുണ്ട്, പണ്ട് കാലത്ത് ബാർട്ടർ സമ്പ്രദായമായിരുന്നു, പിന്നെ എന്തായിരുന്നു, രൂപ വെച്ചുള്ള എക്സ്ചേഞ്ച് നടന്നു. അപ്പോൾ അങ്ങനെ രൂപ ഡെവലപ്പ് ചെയ്ത് വന്നതിൻ്റെ ഒരു ഗുണത്തെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സർക്കംസ്റ്റാൻസ് ആണ് പറഞ്ഞത്. സ്വർണ്ണവും വെള്ളിയൊക്കെ വന്നപ്പോൾ ധാരാളം വെൽത്ത് വന്നു. അങ്ങനെ അവർക്ക് എന്ത് ചെയ്തു, ഒരു മോണിറ്റൈസ്, ഇങ്ങനെ ഒരു മോണിറ്ററി സിസ്റ്റത്തിലോട്ട് ഈ പറയുന്ന യൂറോപ്പ് മാറുന്നു. പിന്നീട് അങ്ങോട്ട് മത്സരത്തിൻ്റെ കാലമാണ്. അതായത് രാജ്യങ്ങൾ തമ്മിൽ മത്സരമാണ്. ഏതൊക്കെ രാജ്യങ്ങൾ, ഇപ്പോൾ പറഞ്ഞ പോർച്ചുഗൽ, സ്പെയിന്, ഡച്ച്, പിന്നെ ഇംഗ്ലണ്ട്, ഫ്രാൻസ്. കുറച്ച് ലേറ്റായിട്ടാണ് ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ ഇതിലോട്ട് ഇറങ്ങുന്നതെങ്കിലും കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഈ പറയുന്ന പോർച്ചുഗലിനെയും സ്പെയിനെയൊക്കെ പുറകിലാക്കിക്കൊണ്ടിട്ട് ആര് വരുന്നു, ഇംഗ്ലണ്ടും നെതർലാൻഡും ഫ്രാൻസും അധികാരത്തിലേക്ക് ഒരു ഇന്ത്യയിലോട്ട് ആലോചിച്ചാൽ അതിപ്പോൾ ആദ്യം പോർച്ചുഗീസ് വന്നു, പിന്നെ ഡച്ച് വന്നു. ഡച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡച്ചാണ് നെതർലാൻഡുകാരെന്ന് പറയുന്നത്. പിന്നെ ഇംഗ്ലണ്ട് വന്നു, അത് കഴിഞ്ഞിട്ട് ഫ്രാൻസ് വന്നു. അതാണ് ഓർഡർ എന്ന് പറയുന്നത്. പക്ഷേ സംഭവം എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ എല്ലായിടത്തും കോളനികളെ എസ്റ്റാബ്ലിഷ് ചെയ്യും, എന്നിട്ട് തമ്മിൽ തല്ലും. ഓരോ സ്ഥലങ്ങളും പിടിച്ചെടുക്കും, എന്നിട്ട് അവിടുത്തെ മൊണോപ്പൊളി തമ്മിൽ അറിയാമല്ലോ, തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പോകും. അപ്പോൾ അതിൽ ഏറ്റവും നന്നായിട്ട് അവസാനം വരെ ശക്തമായി നിന്ന രാജ്യങ്ങളെന്ന് പറയുന്നത് ആരൊക്കെയാണ്, ഫ്രാൻസും ഇംഗ്ലണ്ടുമാണ്. അവർ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് നെതർലാൻഡിനെയും എന്ത് ചെയ്തു, തോപ്പിച്ചിട്ട് ഏഷ്യയുടെ, ആഫ്രിക്കയിലെ, അമേരിക്കയുടെയും പ്രധാന കൺട്രോൾ ഇംഗ്ലണ്ടും ഫ്രാൻസും എന്ത് ചെയ്യുന്നു, പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ പക്ഷേ ഫ്രാൻസിന് അധികം എന്ത് ഉണ്ടാക്കാൻ പറ്റിയില്ല, ഹോൾഡ് ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇന്ത്യയിൽ കൂടുതൽ നിന്നത് ആരാണ്, ഇംഗ്ലണ്ടുകാരെന്ന് പറയാൻ. ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ്, അവർക്ക് കുറച്ച് കോളനിയൊക്കെ ഉണ്ടെങ്കിലും മെയിനായിട്ട് വന്നത് ഇവരാണ്. അങ്ങനെ നമുക്ക് ലാറ്റിൻ അമേരിക്കയുടെ ഒരു ഫോമും കൂടി ഇവിടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ദ അമേരിക്കൻ റീജിയൻസ് വൺസ് കൺട്രോൾഡ് ബൈ ദ സ്പെയിൻ ആൻഡ് പോർച്ചുഗൽ എന്ന് വെച്ചാൽ ഈ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, ഇവിടെ ആദ്യം സ്പെയിനും പോർച്ചുഗലുമാണ് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെ പിന്നീട് എന്തായിട്ട് മാറി, ഇതിനെയാണ് നമ്മൾ പിന്നീട് എന്താണെന്ന് വിളിക്കുന്നത്, ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത്. ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത് അതായത് ഇവരുടെ ഭാഷയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ വെച്ചിട്ടാണ് ഈ പേര് വരുന്നത്, നമുക്കതൊന്നും അറിയണ്ട. അങ്ങനെ സബ്സീക്വൻ്റ്ലി എന്ത് പറ്റി, the world witnessed intense rivalry between England, France and they sought to maximize financial gain through colonization. പിന്നെ ഇവന്മാർ രണ്ടുപേരും തമ്മിലുള്ള അടിയാണ് നമ്മുടെ ലോകം മൊത്തം കണ്ടത്. അപ്പോൾ ചെറിയൊരു ടോപ്പിക് ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ടോപ്പിക് ആയതുകൊണ്ടാണ് ഇത് ഇത്ര വിശദമായിട്ട് പറഞ്ഞു തന്നത്. അപ്പോൾ നോക്കിയേ, ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻ്റെ കോൺസിക്വൻസ് ചോദിച്ചാൽ ഒന്ന്, ട്രേഡ് റൂട്ടുകൾക്ക് ഷിഫ്റ്റ് സംഭവിച്ചു, കോളനൈസേഷൻ ആരംഭിച്ചു, ട്രേഡ് മൊണോപ്പൊളി പിടിച്ചെടുക്കാൻ ശ്രമിച്ചു, പ്രഷ്യസ് ആയിട്ടുള്ള മെറ്റൽസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്തു, ട്രയാങ്കുലർ ട്രേഡ് സിസ്റ്റം വന്നു, മോണിറ്റൈസേഷൻ വന്നു, പവറുകളിൽ ഷിഫ്റ്റ് സംഭവിക്കുന്നു, ലാറ്റിൻ അമേരിക്ക രൂപപ്പെടുന്നു, അതുപോലെ കോളനികൾ തമ്മിൽ റൈവലറിയും ഉണ്ടാകുന്നു. ഇപ്പോൾ പറഞ്ഞ പോയിന്റുകൾ കുറച്ച് വിശദീകരിച്ച് ഞാനിവിടെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഷിഫ്റ്റ് ഇൻ ട്രേഡ് റൂട്ട് എന്ന് വെച്ചാൽ അറിയാലോ, അറ്റ്ലാന്റിക് കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറി, ലീഡിങ് ട്രേഡ് റൂട്ടായി. അങ്ങനെ യൂറോപ്പിനെയും അമേരിക്കയും ഏഷ്യയും ആഫ്രിക്കയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. മെഡിറ്ററേനിയൻ തീരത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഇല്ലാതാകുന്നു. ലാർജ് പാർട്ട് ഓഫ് അമേരിക്ക, ഏഷ്യ ആൻഡ് ആഫ്രിക്ക എന്തായിട്ട് മാറുന്നു, യൂറോപ്യൻ കോളനികളായിട്ട് മാറുന്നു, അവരുടെ കീഴിലായിട്ട് അത് മാറുന്നു. ട്രേഡ് മൊണോപ്പൊളീസ് പറഞ്ഞു അല്ലേ, പ്രത്യേകിച്ച് പോർച്ചുഗലും സ്പെയിനും നെതർലാൻഡും ഇംഗ്ലണ്ടും ഒക്കെ എന്ത് ചെയ്തു, സ്പൈസ് ട്രേഡ് മറ്റു കാര്യങ്ങളും അവരുടെ കുത്തകയായി മോണോപ്പൊളിയായിട്ട് മാറ്റാൻ ശ്രമിച്ചു. പ്രഷ്യസ് മെറ്റലുകൾ സൗത്ത് അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് എത്തുന്നു, ട്രയാങ്കുലർ ട്രേഡ് സിസ്റ്റം വരുന്നു, അതായത് എന്തായിരിക്കും, ഏഷ്യയും ആഫ്രിക്കയും തമ്മിൽ കണക്ട് ചെയ്യുന്നു, ഗുഡ്സും
റോ മെറ്റീരിയൽസും അതുപോലെ സ്ലേവ്സിനെയും അവർ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്തു. മോണിറ്റൈസേഷൻ വരുന്നു. സ്വർണവും വെള്ളിയും വരുന്നത് കാരണം എന്ത് പറ്റി? കറൻസികളുടെ രൂപപ്പെടൽ ഇവിടെ ആക്സിലറേറ്റ് ചെയ്തു. പവറുകൾക്ക് ഷിഫ്റ്റ് സംഭവിച്ചു. ആദ്യം പോർച്ചുഗലും സ്പെയിനും ആണ് ഡോമിനേറ്റ് ചെയ്തിരുന്നെങ്കിൽ പിന്നീട് ഇംഗ്ലണ്ട്, ഫ്രാൻസും നെതർലാൻഡുമായി, അത് പിന്നീട് മാറി ഇംഗ്ലണ്ടും ഫ്രാൻസുമായിട്ട് മാറുകയും ചെയ്തു. ഓക്കെ, ലാറ്റിൻ അമേരിക്ക വരുന്നു. ഫോർമർ സ്പെയിൻ ആൻഡ് പോർച്ചുഗൽ കോളനികൾ എന്ത് മാറി? പിന്നീട് ലാറ്റിൻ അമേരിക്ക എന്ന പേരിൽ അറിയപ്പെടുന്നു. കോളനികൾ തമ്മിൽ റൈവൽറി ഉണ്ടായി. ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഈ മാപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കുറേ കോളനികൾ കാണാനായിട്ട് സാധിക്കും. കണ്ടോ, ഇന്ത്യ എന്ന് പറയുന്നത് ആരുടെ കോളനിയായിരുന്നു? യൂറോപ്യന്മാരുടെ കോളനിയായിരുന്നു. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, മെക്സിക്കോ എന്ന് പറയുന്നത് ആരുടെ ആയിരുന്നു? സ്പെയിനിൻ്റെ കോളനിയായിരുന്നു. ഇവിടെ നമ്മുടെ സൗത്ത് ഏഷ്യയിൽ ഐലൻഡുകൾ എന്ന് പറയുന്ന ഫിലിപ്പൈൻസ് മറ്റ് സാധനങ്ങളൊക്കെ നെതർലാൻഡിൻ്റെ കോളനിയായിരുന്നു. അങ്ങനെ കുറച്ച് രാജ്യങ്ങൾ അവരുടെ കോളനികളും പറയുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് നോക്കി വയ്ക്കുക. ബ്രസീൽ, മൊസാംബിക് ഒക്കെ എന്താണ്? പോർച്ചുഗലിൻ്റെ കോളനിയാണ്. ഇത് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻസ് ആണെന്ന് തോന്നുന്നില്ല. മെക്സിക്കോ, പെറു, ഫിലിപ്പൈൻസ് ഒക്കെ സ്പെയിനിൻ്റെ കോളനിയായിരുന്നു. ഇന്തോനേഷ്യ, ഗാന, സുറിനാമി രാജ്യത്തിൻ്റെ പേരാണ് എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് തോന്നുന്നു. ഫ്രാൻസ്, സെനിഗൽ കോളനി ആയിരുന്നു. അതുപോലെ ഇംഗ്ലണ്ടിൻ്റെ പ്രധാന കോളനി ഇന്ത്യ ആയിരുന്നു. നൈജീരിയ, കെനിയൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒരു വർക്ക് തന്നേക്കുന്നതാണ്. നിങ്ങൾ മാപ്പ് വെച്ച് പിന്നീട് കണ്ടുപിടിച്ച് എഴുതിയാൽ മതി. ഓക്കെ, ഇമ്പോർട്ടൻസ് ഇല്ല. നെക്സ്റ്റ്, മെർക്കൻറ്റിലിസം എന്ന് പറയുന്ന ഒരു നയത്തെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിക്കാൻ പോകുന്നത്. മെർക്കൻറ്റിലിസവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് കോളനിയൽ പോളിസീസും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അത് വേറൊരു ടോപ്പിക്ക് പോലെ വരുന്നതല്ല. അപ്പോൾ ഇതിവിടെ തീരുകയാണ്. എക്സ്പ്ലോറേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇവിടെ തീരുകയാണ്. അപ്പോൾ ഇന്ന് ഇത്രയും മതി. ഓണാവധിയൊക്കെ അല്ലേ, കുറച്ച് പഠിച്ചാൽ മതി. നമുക്കത് കഴിയുമ്പോൾ കൂടുതൽ ടോപ്പിക്കുകൾ ഇടാം. സോ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.